എല്ലാവർക്കും റെസിപ്പി വേർഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. അതിൻ്റെ കുരുവെല്ലാം നീക്കിക്കളഞ്ഞ് നല്ല പ്യുവറായിട്ടുള്ള ലെമൺ ജ്യൂസ് അത് 1 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്തു വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാങ്ങ ആഡ് ചെയ്യാം. ഈ മാങ്ങ നല്ല പഴുത്ത അധികം നാരുകളൊന്നുമില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് എടുക്കേണ്ടത്. ഇത് ഈ അളവിനുള്ള ഒരു ചെറിയൊരു പീസ് വേണം എടുക്കേണ്ടത്. അത് ഇതിൽ കാണിക്കുന്നത് പോലെ അതിൻ്റെ പൾപ്പ് നമുക്ക് ഈ നാരങ്ങ ജ്യൂസിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വേണം അതിനകത്തേക്ക് അരിഞ്ഞ് ചേർക്കേണ്ടത്. ഈ മാങ്ങയും നാരങ്ങ നീരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്രയാണോ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത ശേഷം മിക്സിയിലിട്ട് ഈ മാങ്ങ നല്ല രീതിക്ക് അരഞ്ഞു കിട്ടും വിധം ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങയും ഇഞ്ചിയൊക്കെ നല്ല രീതിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് തണുത്ത വെള്ളം നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് ഈ കാണിക്കുന്ന ഈ അളവിനുള്ളൊരു ഗ്ലാസ്സിന് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. നല്ല തണുത്ത വെള്ളം അതിനകത്തോട്ട് ചേർത്ത് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അരിച്ചെടുക്കുന്നതൊന്നുമില്ല കേട്ടോ. ഞാൻ എടുത്ത മാങ്ങയ്ക്ക് അധികം നാരൊന്നുമില്ല, ഇഞ്ചിയും നല്ല രീതിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചുപയോഗിക്കാം. പക്ഷേ നല്ല നാരില്ലാത്ത മാങ്ങ എടുക്കുമ്പോഴത്തേക്ക് ഇത് അരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് ഡയറക്റ്റ് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി നല്ല തണുപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് 2-3 ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് സെർവ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ പേർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഈ ലിങ്ക് എല്ലാ പേർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്തൊരു ദിവസം മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്